നമുക്ക് ഇന്ന് പാറ്റേൺഡ് ബട്ടർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ 50 ഗ്രാം ബട്ടറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെങ്കിൽ 8 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളവും 1/2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം ഇത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ ചേർക്കുക. ചിലപ്പോൾ 2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ അത് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 ഭാഗം മാറ്റി വയ്ക്കാം. അതിലേക്ക് 1/4 ഭാഗത്തിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ഭാഗത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാനിലയുടെ ഡോവ് എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുറിച്ച് ഏകദേശം ഈക്വലായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പാറ്റേൺഡ് കുക്കീസ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെറുതെ കയ്യിലെടുത്തിട്ട് ഉരുട്ടി പരത്തി ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് പാറ്റേൺഡ് ആയിട്ട് ഉണ്ടാക്കണ കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓരോ പാറ്റേൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൊക്കോൻ്റെയും അതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. അതും മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ഓരോ ബോളും എടുത്തിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ വാനിലയുടെ ബോൾ എടുത്ത് റോൾ ചെയ്തെടുക്കുക. അതുപോലെ ചോക്ലേറ്റിൻ്റെ ബോൾ എടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്കൊരു 6-7 റോള് കിട്ടിയിട്ടുണ്ട്. അത് മേലെ വെച്ച് ഇങ്ങനെ അടക്കി എടുക്കണം. അപ്പോൾ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. വല്ലാണ്ട് അമർത്തി കഴിഞ്ഞാൽ പാറ്റേൺ തിരിഞ്ഞ് കാണില്ല. ഇത് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഞാനൊരു 7 എണ്ണം ഉണ്ടായിരുന്നു. അത് മൊത്തം ഇതുപോലെ അടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ കുക്കീസിൻ്റെ നീളം എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് ഇത് എത്ര ലെയർ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഞാനിവിടെ 7 എണ്ണമൊക്കെയാണ് വെച്ചത്. അത് അടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 15-20 മിനിറ്റും ഫ്രീസറിലാണെങ്കിൽ ഒരു 10 മിനിറ്റും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്ലിംഗ് റാപ്പ് ഉണ്ടല്ലോ, ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് അതിലൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ബാക്കി ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറൊരു പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പീസ് എടുത്ത് വീണ്ടും റോൾ ചെയ്ത് അതിൽ നിന്ന് ഓരോ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയത് നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഒരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ബോളുകൾ വെച്ചിട്ട് അത് ഒരു ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിലൊന്ന് വെച്ച് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അപ്പോൾ ബോളിൻ്റെ വലിപ്പം അനുസരിച്ചും എണ്ണം അനുസരിച്ചൊക്കെ ഈ പാറ്റേണിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെയാണ് വന്നത്. കുറച്ചും കൂടി കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ വന്നേനെ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആക്കിയപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു 3 ബിസ്ക്കറ്റ് ആ രീതിയിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ഡോവ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ ഒരു തിക്നെസ് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഓവൻ സെറ്റപ്പിൽ ഒരു 20 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കുക. കളറൊന്നും മാറില്ല, പക്ഷേ ബിസ്ക്കറ്റിൻ്റെ നല്ല മണം വരും. അതുപോലെ ബിസ്ക്കറ്റ് ഇങ്ങനെ തൊടുമ്പോൾ നീങ്ങും. ആ ഒരു ഇതുവരെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബട്ടർ കുക്കീസ് നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്